നമസ്കാരം. മകം നാളിൻ്റെ ഗുണദോഷ ഭാവങ്ങളും പ്രത്യേകതകളും അവസ്ഥകളുമൊക്കെ നമ്മൾ കണക്കിലെടുക്കുകയാണ്. മകം നാളുകാരെല്ലാം കേതു ദശയിലാണ് ജനിക്കുന്നത്. കേതു ദശ പൊതുവെ 7 വർഷമാണ്. നക്ഷത്രം തുടങ്ങി എത്ര നാഴിക വിനാഴിക ചെന്നു എന്നതിനെ ആശ്രയിച്ച് നിങ്ങളുടെ ജനനശിഷ്ടം എത്ര കാലം കേതു ദശ ബാക്കിയുണ്ടാകുമെന്ന് കണക്കാക്കേണ്ടതാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ശുക്രദശയും അതിനെ തുടർന്ന് സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു തുടങ്ങിയ ദശാകാലങ്ങളുമാണ് വരുന്നത്. മകം നക്ഷത്രം ചിങ്ങക്കൂറിൽ വരുന്നതാകയാൽ ആ ചിങ്ങക്കൂറിൻ്റെ 6ാം ഭാവം വരുന്നത് മകരക്കൂറാണ്, 7ാം ഭാവം വരുന്നത് കുംഭക്കൂറാണ്. 6ഉം 7ഉം ഭാവങ്ങളുടെ ആധിപത്യം വരുന്ന ശനിഗ്രഹം ഈ മകം നാളുകാർക്ക് ഒട്ടും അനുകൂലമായിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ കണ്ടകശനി, 7ര ശനി തുടങ്ങിയ ദോഷങ്ങൾ മകം നാളുകാർക്ക് കുറച്ച് അധികമായിട്ട് ബാധിച്ചേക്കാം. പഠനകാര്യങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് തടസ്സപ്പെട്ടു പോവുക, ജോലിക്കാര്യത്തിൽ ഒരു തീരുമാനമില്ലാതെ ഇരിക്കുക, സാമ്പത്തിക നഷ്ടങ്ങൾ, കാര്യപരാജയങ്ങൾ, ഉദ്ദേശിക്കുന്നതിനെല്ലാം തടസ്സം, പല വിധത്തിലുള്ള മനപ്രയാസങ്ങൾ, ഇങ്ങനെയെല്ലാം തന്നെ ഈ ശനിയുടെ ദോഷങ്ങൾ മകം നാളുകാർക്ക് അനുഭവപ്പെടാം. മധ്യപ്രായം എത്തുകയോ അത് കഴിയുകയോ ചെയ്തവർക്ക് പലതരത്തിലുള്ള ശാരീരിക വിഷമതകളും പ്രയാസങ്ങളും ഇതോടൊപ്പം വന്നു ചേരാൻ ഇടയുണ്ട്. അപ്പം ഇതിനെല്ലാം പരിഹാരമായിട്ട് സാമാന്യമായിട്ട് ശാസ്താവിന് നെയ്വിളക്ക്, പുഷ്പമാല, കറുത്ത പട്ട് ഉടയാട ചാർത്തി, കടുംബായുസ നിവേദ്യം സമർപ്പിച്ച് പുഷ്പാഞ്ജലി ഇതൊക്കെ വളരെ ഗുണം ചെയ്യും. നീരാഞ്ജനവും നടത്താവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഗൃഹത്തിൽ ശാസ്ത്രസൂക്ത പൂജ എന്നുള്ള പ്രത്യേക കർമ്മം ചെയ്യുന്നതും വളരെ പ്രയോജനം ചെയ്യും. അതോടൊപ്പം നിങ്ങൾക്ക് കുടുംബപരമായ ക്ഷേത്രങ്ങളോ കാവുകളോ വച്ച ആരാധനകളോ ഉണ്ടെങ്കിൽ അവയുടെ പ്രത്യേകതകൾ ശരിയായ രീതിയിൽ രാശിചിന്ത ചെയ്ത് മനസ്സിലാക്കി ഉചിതമായ കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ശാരീരിക അസ്വസ്ഥതകളോ ക്ലേശങ്ങളോ ധനനഷ്ടങ്ങൾ, മനപ്രയാസങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം പ്രത്യേകമായി പരിശോധന ചെയ്ത് ശരിയായ പ്രതിവിധി കാണേണ്ടതുമാണ്. അപ്പോൾ സമ്പൂർണവും സമഗ്രവുമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി കാണുന്നതാണ് ഏറ്റവും നല്ലത്. വൈഡൂര്യം എന്ന രത്നക്കല്ല് ധരിക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. അതോടൊപ്പം മഹാമൃത്യുഞ്ജയ യന്ത്രം വിധിപ്രകാരം ശാസ്ത്രീയമായി തയ്യാർ ചെയ്ത് അത് ധരിക്കുന്നതും വളരെ ഗുണം ചെയ്യും.